അച്ഛനോട് അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താ? എനിക്ക് ബൾബ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. ദിവസം എത്ര ബൾബ് ഉണ്ടാക്കുമായിരുന്നു? ഞാൻ എന്നിട്ട് ഇവിടെ ആൾക്കാർക്ക് പറഞ്ഞു ഞാനത് കൊടുക്കാൻ പോവാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അത്രക്ക് ഇപ്പൊ പറയും ഗതികേട് ആയിപ്പോയി. ബോച്ചയുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താനൊക്കെ കുറെ നമ്മൾ ശ്രമിച്ചായിരുന്നു. പക്ഷെ അതൊന്നും പുള്ളിക്കാരനത് അറിഞ്ഞിട്ടില്ല. കുറെ പേര് സഹായിക്കാമെന്നും പറഞ്ഞ് വീട് വെക്കാൻ സഹായിക്കാമെന്ന് വരെ പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുമ്പം പറയും നമ്മളങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ മക്കള് ആണ് എൻ്റെ ധൈര്യം. കുറെ സ്ഥലത്ത് നിന്ന് അനുമോദനങ്ങളും മൊമെന്റുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെ ലൈറ്റ് കളിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ അതിൻ്റെ പറ്റയൊക്കെ വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മകള് ചോദിച്ച് അച്ചായി നമ്മുടെ പേര് മാത്രം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പണിയാത്ത. അപ്പം ഞാനും കൂടെ ബൾബ് ഉണ്ടാക്കാൻ തുടങ്ങാമല്ലോ. അപ്പം നമുക്ക് കുറേ ബൾബ് കൊണ്ടൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടി തുടങ്ങാമല്ലോ എന്ന് ഇവള് ബൾബ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം ഗൗരിയുടെ അച്ഛനെന്ന് എനിക്ക് അത് തന്നെ ഇഷ്ടം. എനിക്ക് എൻ്റെ മോളാണ് എനിക്ക് സഹായമായിട്ട് നിന്നിട്ടുള്ളത്. സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കാൻ വേണ്ടി ഇലക്ട്രിക് ബൾബ് ഉണ്ടാക്കി വിൽക്കുന്ന അച്ഛനെ സഹായിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കുകയാണ് അച്ഛന്റെ 2 പെൺമക്കള്. നമ്മൾ പെൺമക്കൾ എന്നൊക്കെ പറയുമ്പോൾ വലിയ കുട്ടികളാന്ന് വിചാരിക്കും. ഒരാള് 4-ലും ഒരാള് 1-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ പറയാ, വലിയൊരു കാര്യം കേട്ടോ 2 പേരും കൂടെ ചെയ്യണത്. കാരണം ഞാൻ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നമുക്ക് വലിയ ആൾക്കാർക്ക് പോലും പണിക്ക് പോകാൻ മടിയുള്ള ആൾക്കാര് ഒരുപാടുണ്ട്. ആ ഒരു സമയത്താണ് മോള് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ആദ്യം മോളുടെയാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഇപ്പൊ 2ാമത്തെ ആളും തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിട്ടാണ് പഠിച്ചേക്കുന്നത്. 1-ാം ക്ലാസ്സിലാണ് ആള് പഠിക്കുന്നത്. ഗൗരിയാണ് അച്ഛനെ സഹായിച്ചുകൊണ്ട് ഇത്രയും. അതെന്താ സഹായിക്കാനായിട്ടുണ്ടായ ഒരു കാരണം? ചേട്ടന്റെ പേര് പറഞ്ഞു തുടങ്ങി. എൻ്റെ പേര് ഗവേഷ് എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി പൊന്നാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. പിന്നെ ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക് മെക്കാനിക്കാണ് പഠിച്ചത്. ഞാൻ പഠിച്ച മേഖല, ഞാൻ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന മേഖല അതൊക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അന്നേരം പിന്നെ കൂടുതൽ ആയാസപ്പെട്ട പണികളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഇലക്ട്രാ പവർ ഡിവൈസസ് എന്നാണ് നമ്മുടെ ഈ LED ബൾബ് നിർമ്മാണ യൂണിറ്റിൻ്റെ നമ്മൾ പേരിട്ടിരിക്കുന്നത്. അങ്ങനെ ആ പേരിട്ട് നമ്മളത് തുടങ്ങിയെങ്കിലും പിന്നെ ആ നേരത്തെ ചെയ്ത സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ എനിക്ക് ഇഷ്യൂസ് വന്നിട്ട് ഡോക്ടർമാർ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു 5-6 മാസത്തോളം പിന്നെ റെസ്റ്റായിരുന്നു. അന്നേരം ഞങ്ങളുടെ പെരപണി നടക്കുന്നുണ്ട്. അത് വാർപ്പ് വരെ എത്തിച്ച് നിർത്തിയിരിക്കുകയാണ്. അന്നേരം എൻ്റെ ഇഷ്യൂസും പിന്നെ അതിൽ നിന്ന് മനപ്രയാസം വന്നിട്ട് എൻ്റെ അച്ഛന് സ്ട്രോക്കും കാര്യങ്ങളൊക്കെ വന്ന് അച്ഛൻ്റെ ചികിത്സയ്ക്കും ഒരുപാട് പൈസയൊക്കെ വന്ന് ആ പെരമണി മുടങ്ങിപ്പോയി. അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് ആ വീട് പണി നടക്കുന്ന സ്ഥലത്ത് പോയി ഞങ്ങൾ ലൈറ്റ് തെളിച്ചിടും. ഞങ്ങളിപ്പോൾ ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ ഇപ്പോൾ 2 വർഷമായി വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട്. അവിടെ ലൈറ്റ് തെളിക്കാൻ ചെല്ലുമ്പം നമ്മുടെ അതിൻ്റെ പറ്റയൊക്കെ വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മകള് ചോദിച്ച് അച്ചായി നമ്മുടെ പേര് മാത്രം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പണിയാത്ത. അപ്പം ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു അച്ചായി ബൾബൊക്കെ വിറ്റ് കുറേ പൈസയൊക്കെ കിട്ടിയിട്ടാണ് നമുക്ക് പെരപണി തുടങ്ങാമെന്ന് പറഞ്ഞു. അന്നേരം ഉടനെ അവള് അവിടെ എടുത്ത് വായിക്കാൻ അന്നേരം തന്നെ എനിക്ക് പറഞ്ഞു അപ്പം ഞാനും കൂടെ ബൾബ് ഉണ്ടാക്കാൻ തുടങ്ങാമല്ലോ. അപ്പം നമുക്ക് കുറേ ബൾബ് കൊണ്ട് കൊടുത്തിട്ട് പെട്ടെന്ന് പെരപണി തുടങ്ങാമല്ലോ എന്ന് ഇവിടെ ഗൗരി, ഞങ്ങൾ പൊന്നമ്മയെന്നാണ് വിളിക്കുന്നത്, ഗൗരി പറഞ്ഞ്. പിന്നെ ഉടനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട, സോൾഡർ ചെയ്യുമ്പോൾ കൈ പൊള്ളും. എൻ്റെ കൈ കുറേ പ്രാവശ്യം പൊള്ളിയിട്ടുണ്ട്. പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയണ പോലെ തന്നെ അവിടെ കൈ ഇതുവരെ പൊള്ളിയിട്ടില്ലെന്ന് മാത്രമല്ല, അവൾ നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ ചെയ്യുകയും ചെയ്യും. പിന്നെ ഇപ്പം അത് കണ്ടിട്ട് ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കണ ആദ്യം ഇപ്പോൾ ഇളയാൾക്ക് പരാതിയായിരുന്നു അച്ചായി ചേച്ചീനെ മാത്രമേ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പരാതി തീർത്തു കൊടുത്തു. എന്നാന്ന് വെച്ചാൽ അവളിപ്പോൾ സോൾവ് ചെയ്യത്തൊന്നും ഇല്ല, അതൊക്കെ ചേച്ചീനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ചേച്ചി. ചേട്ടനപ്പൊ പേടി തോന്നിയിട്ടില്ലേ? അതായത് എന്താ പറയാ, കറണ്ടിലുള്ള കളികളാണ്, കുഞ്ഞുങ്ങളാണ്, അപ്പൊ അങ്ങനെ പേടി തോന്നിയിട്ടുണ്ടായിരുന്നോ? എനിക്ക് പേടിയുണ്ടായിരുന്നു വെച്ചാൽ കറണ്ട് അടിക്കും എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അന്നേരം അത് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള സംസാരം പോലെ എനിക്ക് തന്നെ തോന്നി. അന്നേരം ഞാനത്
ഇപ്പം നമുക്ക് കറണ്ട് അടിക്കാത്ത രീതിയിലുള്ള പവർ സപ്ലൈയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഡയറക്റ്റ് കയറി പിടിച്ചു കഴിഞ്ഞാൽ പോലും അടിക്കാത്ത ആ രീതിയിലുള്ള പവർ സപ്ലൈ ഒക്കെ ഞാൻ ചെയ്തു വെച്ചു. എന്നാന്ന് വെച്ചാൽ എൻ്റെ മകളുടെ സേഫ്റ്റി ഞാൻ നോക്കണമല്ലോ. പിന്നെ അതുവരെ ഞാൻ എക്സോസ്റ്റ് ഫാനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഈ സോൾഡറിങ്ങിൻ്റെ പുക നമുക്ക് അത് പ്രശ്നമാണ്. ഇവള് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതുവരെ ചെയ്തു വെച്ചത്. ചോദിക്കട്ടെ, അച്ഛനോട് അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താ? ഞാനും കൂടെ ചെയ്യാ അച്ഛൻ, വീട് പണി നടത്താനാ. അപ്പൊ അച്ഛൻ അന്ന് ഇപ്പം അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ ബാക്കിയുള്ള വീടുകളിലൊക്കെ തിരിയൊക്കെ തെളിയിച്ചിടുന്നുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ നിങ്ങളുടെ വീട്ടിലും അങ്ങനെ പോയി കഴിഞ്ഞപ്പോ അച്ഛന്റെ വിഷമം കണ്ടിട്ടാണോ അവയ്ക്ക് അങ്ങനെ തോന്നിയത്? അപ്പൊ ദിവസം എത്ര ബൾബ് ഉണ്ടാക്കുമായിരുന്നു? 30 ബൾബ് ഉണ്ടാക്കുമായിരുന്നു അല്ലേ ഒരു ദിവസം? അപ്പൊ അച്ഛന് ഇങ്ങനെ സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമാണോ, അല്ലെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണോ തുടങ്ങിയത്? എനിക്ക് ബൾബ് ഉണ്ടാക്കാൻ ഇഷ്ടമായിട്ടാണ് തുടങ്ങിയത്. അപ്പൊ അച്ഛൻ എന്നിട്ട് ആദ്യമേ പറഞ്ഞായിരുന്നു മോളെ അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നോ? അപ്പൊ ഈ കറണ്ടിലൊക്കെ കളിക്കുമ്പോ പേടി തോന്നിയിട്ടില്ലേ? കറണ്ടാണ് ഷോക്ക് അടിക്കുന്ന ആരെങ്കിലും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? അപ്പൊ എന്താ ബാബ പറഞ്ഞേ? പേടിയില്ലാന്ന് അച്ഛനെ സഹായിക്കണം എന്ന് തന്നെ പറഞ്ഞു അല്ലേ? ഇപ്പൊ അനിയത്തിക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയത്തിക്കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ അനിയത്തിക്കുട്ടി ചെയ്യുമ്പോ ചേച്ചിപ്പെണ്ണിന് പേടിയാവാറുണ്ടോ? ചെയ്യണ്ടെന്നൊക്കെ പറയോ? ഞാൻ ചെയ്തോളാം, നീ അവിടെ വെച്ചോ, അങ്ങനെയൊക്കെ പറയോ? പറയും. അനിയത്തി എത്ര ബൾബുണ്ടാക്കും കേക്കട്ടെ? എത്ര ഉണ്ടാക്കും? ഒരെണ്ണമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും, ഞങ്ങൾക്കും പണിയൊക്കെ അറിയാം. അപ്പൊ എന്താണ്, എങ്ങനെയാ ചേട്ടാ ഇവരുടെ എത്ര 4ാം ക്ലാസ്സിലാണ് മൂത്താള് പഠിക്കുന്നത്, 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ഈ ബൾബൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വൈറലായി കഴിഞ്ഞപ്പോ സ്കൂളിലൊക്കെ എന്താ പറയുന്നത്? സ്കൂളിലൊക്കെ രണ്ടുപേർക്കും ഭയങ്കര സപ്പോർട്ടാണ്. ടീച്ചർമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും. ഇപ്പൊ കൂടുതലും പിന്നെ നേരത്തെയൊക്കെ പറയണത് ഗവേഷന്റെ മക്കളെന്ന് പറയുമായിരുന്നു. ഇപ്പം ആദ്യം ഇവള് ബൾബുണ്ടാക്കാൻ തുടങ്ങിയപ്പം ഗൗരിയുടെ അച്ഛനെന്ന്, എനിക്ക് അത് തന്നെ ഇഷ്ടം. ഗൗരിയുടെ അച്ഛനാണ് ഇരിക്കുന്നേ, അങ്ങനെയാണല്ലോ ഇപ്പൊ അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു എന്തൊക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടില്ലേ മോക്ക്? കുറെ സ്ഥലത്ത് നിന്ന് അനുമോദനങ്ങളും മൊമെന്റുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ചാനലുകള്, ഒരുപാട് പത്രങ്ങളിലൊക്കെ വന്നു. അതൊക്കെ എനിക്ക് സന്തോഷമാണ്. ഇത്രയും വലിയൊരു കാര്യമാണ് ചെയ്യണേന്ന് അറിഞ്ഞിട്ടാണോ കുഞ്ഞ് ചെയ്യണേ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഗൗരിമോളെ. എല്ലാരും പറയാറുണ്ടോ അതേ ഗൗരിമോള് പോണു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടോ? ഇപ്പൊ ഈ ഒരു ഏരിയയില് ശരിക്കും പറഞ്ഞാ മോളറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? എങ്ങനെ പഠിത്തവും കാര്യങ്ങളിലൊക്കെ മിടുക്കികളാണ്? പഠിത്തമൊക്കെ രണ്ടുപേരും മിടുക്കികളാ. പഠിത്തത്തിലെയും കാര്യങ്ങളിലൊക്കെ സ്കൂളിലൊക്കെ നല്ലപോലെ പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പൊ ഈ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ ശാസ്ത്രമേള പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ ഗൗരി ഇപ്പൊ 4ാം ക്ലാസ്സിലാണ്. ഗൗരി കഴിഞ്ഞ പ്രാവശ്യം പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് മറ്റേ വയറിങ്ങിന്റെ എന്തിലാണ് അവള് മത്സരിക്കാനായിട്ട് പോയത്. അങ്ങനെ ആരും അധികം ഉണ്ടാവില്ലല്ലോ. ഇല്ല. അത് പ്രത്യേകിച്ച് പെൺകുട്ടികളില്ല. അത് കൂടുതൽ വേറൊന്നുമല്ല, രക്ഷകർത്താക്കൾക്ക് ഒരു പേടി. എന്നാന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഇപ്പം എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ആണെങ്കിലും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഞാൻ എന്തെങ്കിലും കറണ്ടിൻ്റെ സാധനം അയ്യോ അത് കറണ്ട് അടിക്കും എന്നും പറഞ്ഞ് അതൊരു അവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല. എന്നാന്ന് വെച്ചാൽ അവർക്ക് പേടി കൊണ്ടിട്ടായിരിക്കും. പക്ഷെ എന്നാന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ പോസിറ്റീവ് വശവും നല്ലപോലെ അറിയാം, നെഗറ്റീവ് വശവും അത്യാവശ്യം നല്ലപോലെ തന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മളതിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അവർക്ക് അത് പിന്നെ പേടി കൂടാതെ ചെയ്യാനായിട്ടൊരു സാഹചര്യം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു, അത് മാത്രമേ. അപ്പൊ ഈ ശാസ്ത്രമേളക്കൊക്കെ പങ്കെടുത്തിട്ട് പ്രൈസ് ഒക്കെ മേടിച്ചിട്ട് വരാറുണ്ടോ അച്ഛൻ? എനിക്ക് പറഞ്ഞിട്ട് സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ എന്താ പറയുന്നേ? ടീച്ചർ കൊള്ളാന്ന് പറയും. എന്താ ടീച്ചർമാര് പറയാ? ഈ വീഡിയോസ് ഒക്കെ ടീച്ചർമാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ടീച്ചർമാരൊക്കെ എന്താ പറഞ്ഞേ മോളോട്? എത്ര ബൾബ് ഉണ്ടാക്കും, പിന്നെ നല്ല കൊച്ചാണല്ലോ എന്നൊക്കെ പറയും. നല്ല കൊച്ചാണല്ലോ നല്ല കൊച്ചാണല്ലോ, അല്ലെങ്കിൽ നല്ല കൊച്ചാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമായിരുന്നു. അവധിക്ക് ഇവിടെ പിന്നെ വീട്ടിലിരിക്കുന്ന സമയത്താണ് അവള് ഇങ്ങനെ ഇവിടെ വീഡിയോകളൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നത്. അതായത് 2 മാസത്തെ അവധിക്ക് വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ്. അന്നേരം തന്നെ അവിടെ ടീച്ചർമാരെല്ലാം കൂടെ വീട്ടിൽ വന്ന് മൊമെന്റോ ഒക്കെ കൊടുത്തു. സന്തോഷായോ?
അപ്പൊ ഇപ്പൊ എങ്ങനെയൊക്കെ ക്ലാസ് ടൈമിലൊക്കെ പോകുമ്പോഴേക്കൊന്നും ഇല്ല, അവള് സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ഇപ്പൊ ശനി ഞായറും ഒക്കെ പഠിത്തം ഇല്ലാത്ത ദിവസം അവിടെ പഠിത്തം കഴിഞ്ഞിട്ട് എന്റെ കൂടെ ഇരുന്ന് സഹായിക്കാറുണ്ട്. ഇപ്പൊ എനിക്ക് വയ്യാതെ വന്നതിന് ശേഷം പിന്നെ ഇപ്പം എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യവും പിന്നെ സാധനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് എന്റെ മോളാണ് എനിക്ക് സഹായമായിട്ട് നിന്നിട്ടുള്ള. അപ്പൊ ഒരുപാട് സഹായിട്ടുണ്ട്. കാരണം കയ്യിന് എന്തെങ്കിലും പറ്റിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് ചെയ്യാനൊക്കെ എനിക്ക് ഇപ്പോഴും അതിന് ശരിയായിട്ട് ചെയ്യാറായിട്ടില്ല കൈക്ക്. പിന്നെ അപ്പോഴും ഇവളാണ് എന്നെ കൂടുതൽ സഹായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാന്ന് വെച്ചാൽ പിന്നെ ആൾക്കാർ സഹായിക്കുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞ ഒരു 8-9 മാസമായിട്ട് ഇവിടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അന്നേരവും എന്റെ മക്കള് ആണ് എന്റെ ധൈര്യം. അവര് ചെയ്യും അല്ലേ? അതെ. അവര് ഇപ്പൊ മോക്ക് എന്താവാൻ ആഗ്രഹം? ആരാവാൻ ആഗ്രഹം? ആലോചിക്കട്ടെ. ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചു വെച്ചിട്ടില്ല. ഞങ്ങൾ കുറെ കഴിയുമ്പോഴേ ഞങ്ങൾ തീരുമാനിക്കുള്ളൂ അല്ലേ? ചേട്ടന്റെ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാ പോകുന്നത്? ഇപ്പൊ എനിക്ക് വയ്യാണ്ടായതിനു ശേഷം പിന്നെ ഇപ്പം സാധനം എടുത്ത് ചെയ്യാനായിട്ട് ഇപ്പം വീഡിയോ ഒക്കെ ഇപ്പൊ ഒരുപാട് ചാനലുകളിലും ഒക്കെ വീഡിയോ ഒക്കെ വന്നെങ്കിലും പിന്നെ ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ താഴത്ത് ഒരുപാട് കമൻറ്റുകൾ ഇപ്പം ഞാൻ അവരുടെ അടുക്കൽ നിന്ന് ബൾബ് വാങ്ങാം, ഈ നമ്പറിൽ വിളിക്കാവോ. നമ്മൾ വിളിക്കുമ്പം അവർ കൂടുതലും പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും കമന്റ് ചെയ്തിട്ടില്ല. കുറെ പേര് സഹായിക്കാമെന്നും പറഞ്ഞ് വീട് വെക്കാൻ സഹായിക്കാമെന്ന് വരെ പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുമ്പം പറയും നമ്മളങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വേറെ ഒന്നും ചെയ്യില്ല. ഇത് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും. ഞാനിത് കണ്ടന്റ് വിളിച്ചെന്നേ ഉള്ളൂ, ക്ഷമിക്കണം, അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഓ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഒരു കച്ചവടം കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. സത്യം പറഞ്ഞാല് നമ്മുടെ ഇങ്ങനെ 2 കൈയും പിടിച്ച് വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ നമ്മുടെ ഇത്രയും വീഡിയോ വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. അതിൽ കൂടുതൽ ആൾക്കാരെ നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ അവർ ഇതാണ് പറയുന്നത്. ഞാൻ അങ്ങനെയൊന്നും ഒരു വീഡിയോക്കും കമന്റ് ചെയ്തിട്ടില്ല. അത് വേറൊന്നുമല്ല, അവർക്ക് ഈ കമന്റ് ചെയ്തിട്ട് ആ കമന്റിന് ലൈക്ക് കിട്ടണം, ആ ഒരു ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ. അല്ലാതെ നമുക്ക് വേറൊന്നുമല്ല. ഒരു മുങ്ങിത്താഴാൻ പോണ ഒരു കച്ചിത്തുരുമ്പം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ട് വിളിക്കുന്നത്. ഒരു 10 ബൾബാണെങ്കിൽ 10 ബൾബ് വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെങ്കിലും. പക്ഷെ അതൊക്കെ ആൾക്കാരൊരു രസം എന്നുള്ള രീതിയിലാണ്. ഇത് കാണുമ്പോഴാണെങ്കിലും നിങ്ങൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയുള്ള കമന്റുകൾ ദയവേത് ഇടാതിരിക്കുക. നിങ്ങൾ മേടിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി. ഇല്ലാതെ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയായിരിക്കും വിളിച്ച് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഉണ്ടാവുന്ന സങ്കടം എന്ന് പറഞ്ഞാൽ വളരെ വലുത് തന്നെയായിരിക്കും. അതെ. അപ്പോ അത് ഇപ്പൊ 2 വർഷമായി ഞങ്ങളുടെ വാടക. എനിക്ക് വയ്യാണ്ടായിട്ട് ഇപ്പൊ 8 മാസത്തോളമായി ഈ വീടിന്റെ വാടക കൊടുക്കാൻ പോലും ഇപ്പൊ നമ്മുടെ അവസ്ഥ അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് പുള്ളിക്കാരൻ നമുക്ക് ഒന്നും നമ്മുടെക്കൊന്നും പറയാത്തത്. ഇപ്പൊ 8 മാസമായിട്ട് വാടക കൊടുത്തിട്ടില്ലെന്ന് പറയുമ്പോൾ തന്നെ വേറുള്ള ആരും സമ്മതിക്കത്തില്ല. പിന്നെ ഇപ്പൊ ആ പെരപണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെ നമ്മുടെ ബോച്ചയുടെ മലങ്കര ഗഡി സൊസൈറ്റിയിൽ പണയം വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയായത്. ഇപ്പൊ 8 മാസമായിട്ട് അത് മുടങ്ങിയിരിക്കുക. ഇപ്പൊ എനിക്ക് അത് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അത് വിറ്റിട്ട് ആ ബാങ്കിലെ കടം വീട്ടേണ്ട ഒരവസ്ഥ ഇപ്പൊ വന്നിരിക്കുക. അതെ. അതെ. അത് ഞാൻ എന്നിട്ട് ഇവിടെ ആൾക്കാർക്ക് പറഞ്ഞു ഞാനത് കൊടുക്കാൻ പോവാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അത്രക്ക് ഇപ്പൊ പറയും ഗതികേട് ആയിപ്പോയി. മോൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അവൾ ആ ഒരു ഇതിന്റെ പുറത്താണ് ശരിക്കും പറഞ്ഞ ചേട്ടനെ അത്രയും സഹായിക്കാനും ഒക്കെ ഒരുങ്ങുന്നത് പോലും. അപ്പോ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നതാണ് ചേട്ടൻ വിചാരിക്കണത്? എന്തെങ്കിലും പ്ലാനിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും അത് വെക്കുക മാത്രമേ എനിക്കിപ്പം എന്നാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇപ്പം വർക്കിന് പോകാതിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം മാസങ്ങളായെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം 8 മാസമായിട്ട് ഇവിടുത്തെ വാടക കൊടുത്തിട്ടില്ല. എൻ്റെ ആ ലോണ് മുടങ്ങി കിടക്കുന്നു. ഇപ്പം ബോച്ചയുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താനൊക്കെ കുറേ നമ്മൾ ശ്രമിച്ചായിരുന്നു. പക്ഷെ അതൊന്നും പുള്ളിക്കാരനത് അറിഞ്ഞിട്ടില്ല. അറിയുവാണെങ്കിൽ നമ്മളെ എന്തെങ്കിലും സഹായിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സഹായിക്കട്ടെ.
അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലാവും ചേട്ടന്റെ ആ ഒരു വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും മോള് ചെയ്യുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഒരു മനസ്സുണ്ടാവുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ, മാതാപിതാക്കൾ ഒരുപാട് കാര്യങ്ങൾ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും അറിയാതെയാണ് നമ്മൾ വളരുന്നതൊക്കെ. പക്ഷെ മോളെന്ന് പറഞ്ഞാൽ എല്ലാം അറിഞ്ഞ് ആ കഷ്ടപ്പാടിന് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിൽ കൂട്ട് നിന്നിട്ട് അച്ഛന്റെ കൂടെ സഹായിച്ച് വരുമാനം ഉണ്ടാക്കാൻ കുറച്ചെങ്കിലും തന്നാൽ കഴിയാവുന്നത് ആള് ചെയ്യുന്നുണ്ട്. വലിയൊരു കാര്യം തന്നെയാണ്. 2 കുട്ടികളും കേട്ടോ. ചേട്ടന്റെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയാ, അപ്പൊ ഒരുപാട് താങ്ക് യു. ഇത് ആളുകളുടെ ശ്രദ്ധയിൽ ശരിക്കും പറഞ്ഞാൽ പെടണം. അപ്പൊ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. എന്താ പറയാ, അതെനിക്ക് പറയാം.